നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വെള്ളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ സമാപന സമ്മേളനം നടന്നു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി രാഷ്ട്രീയ പുരസ്കാര ജേതാവ് മാസ്റ്റർ ആദിത്യ സുരേഷ് നിർവഹിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു സമാപന സമ്മേളനത്തിലേക്ക് എനിക്ക് കൂടി പങ്കാളിയാകാൻ സാധിച്ചത് ആദ്യം തന്നെ അതിയായ സന്തോഷവും പ്രിയപ്പെട്ട ഹരിയെങ്കിൽ എൻ്റെ ഹൃദയമായി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞാനിപ്പോൾ മൂന്നാമത്തെ തവണയാണ് വെള്ളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഓരോ തവണ വരുമ്പോഴും ഒരു പ്രത്യേക ഊർജ്ജമാണ് എനിക്ക് ശ്രീരാമസ്വാമിയുടെ മണ്ണിലേക്ക് എത്തിയതിനു ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കൂടി സാധിച്ചതിൽ അതിയായ സന്തോഷം. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഉപദേശക സമിതി സെക്രട്ടറി വി ഹരികുമാർ സ്വാഗതം ആശംസിച്ചു. എല്ലാ നല്ല വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ മാതൃസമിതിയായാലും ആഘോഷ സമിതിയായാലും യുവജന സമിതിയായാലും പോകുന്നത്. യുവജന സമിതിയുടെ എല്ലാവർക്കും ആദരവ് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവരാരും കുറച്ച് വൈകിട്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്നവരാരും വന്നിട്ടില്ല. എന്തായാലും എല്ലാവർക്കും വരും ദിവസങ്ങളിൽ കൊടുക്കും. ഒരു കാര്യം ഉറപ്പാണ്, ക്ഷേത്രത്തിൽ വെച്ച് കൊടുക്കുന്നു, അല്ലാതെ വേറെ ഇടങ്ങളിൽ വെച്ച് കൊടുത്തുകൊണ്ടില്ല. ഈ ക്ഷേത്രത്തിൽ വന്ന് അവർ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഒരുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബാലജനസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ജോർജ് മാത്യു, പ്രശസ്ത സിനിമ TV താരം പ്രദീപ് വൈഗ, പ്രശസ്ത സിനിമ TV താരം കസ്തൂർബ, കാരുണ്യ പ്രവർത്തകൻ ഓയൂർ സിറാജുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വെള്ളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച ചാനൽ പ്രവർത്തകരെയും മുതിർന്ന പത്രപ്രവർത്തകരെയും സമ്മേളനത്തിൽ ആദരിച്ചു. രാമായണ പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത അംഗങ്ങളെയും കർക്കടകവാവ് ബലിതർപ്പണം വിജയിപ്പിച്ച മാതൃസമിതി അംഗങ്ങളെയും ആഘോഷ സമിതി അംഗങ്ങളെയും യുവജന സമിതി അംഗങ്ങളെയും ക്ഷേത്രോപദേശക സമിതി ആദരിച്ചു. രാത്രി 7 മണി മുതൽ മണിക്കൂടാരം ഓൾഡീസ് ഗോൾഡും അഫീസ് മ്യൂസിക്കൽസും ചേർന്ന് അവതരിപ്പിച്ച കരോക്കെ ഗാനമേള നടന്നു. ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റ് രാഹുൽ നന്ദി അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ഈ അമ്പലത്തിന്റെ പ്രവർത്തനത്തിലുണ്ട്. അതിൽ അങ്ങേയറ്റം ശ്ലാഘനീയമായി എനിക്ക് എടുത്തു പറയാനുള്ള കുറച്ച് പേരുണ്ട്. പേരെടുത്ത് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ആളുടെ പ്രകീർത്തിച്ചില്ല എന്നുള്ളൊരു വിദ്വേഷം വരും. അതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് സാഹോദര്യം, നമുക്ക് വേണ്ടുന്നത് നന്മ, നമുക്ക് വേണ്ടുന്നത് ഉത്തമമായ സൗഹാർദ്ദത്തോടെയുള്ള ഒരു പ്രയാണം. ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ മാസത്തിന്റെ പവിത്രതകളെ പറ്റി പറയാനാണ്. കൃത്യമായി പറഞ്ഞാൽ കർക്കിടക മാസം അനുഗ്രഹങ്ങളുടെ മാസമാണെന്ന് എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ വളരെ സവിസ്തരമായിട്ട് പറഞ്ഞു. പല പുരാണത്തിലെ പല കഥാപാത്രങ്ങളെ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ സകല ദുർഗുണങ്ങളുടെയും മൂർത്തിയാണ്. എങ്കിലും നമ്മൾ ശ്രീകൃഷ്ണനെ നമ്മൾ അങ്ങേയറ്റം ആരാധിക്കുന്നു. അതുപോലെ ഓരോ ദേവനെയും നോക്കിയാൽ നമുക്ക് പലതുണ്ട്. അതേസമയം ശ്രീരാമനെ നോക്കിയാൽ എന്ത് ദോഷം, എന്ത് അദ്ദേഹത്തെ നമുക്ക് തെറ്റ് കാണിക്കാൻ സാധിക്കും. പിതൃഭക്തി ഇതുപോലെ ഇന്ന് നമ്മൾ അന്യമായി കൊണ്ടിരിക്കുന്നു. മാതാ പിതൃഭക്തി ഇല്ല. നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായമായ ആളുകൾക്ക് സംരക്ഷണമില്ല. പലയിടത്തെയും സ്ഥിതി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത് പറയുന്നതാണ്. നമ്മുടെ യുവജനങ്ങൾ അവർ പ്രായമാകുമെന്ന് അവരറിയുന്നില്ല. അവരെ വളരെ പീഡിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാൻ പറ്റും. ഉപയോഗിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം നമുക്ക് ഓണമാണ് വരുന്നത്. ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ അനുഭവിച്ച കോവിഡിൻ്റെയും അല്ലെങ്കിൽ പ്രളയത്തിൻ്റെയും ഒക്കെ ഒരു ചെറിയൊരു എഫക്റ്റ് നമുക്കുണ്ട്. ചെറുതല്ല, വലുത് തന്നെയാണ്. വയനാട് ദുരന്ത ഭൂമിയിൽ നമ്മൾ ഓണം എത്രമാത്രം ആഘോഷിക്കുന്നു എന്നുള്ളത് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ സ്നേഹത്തിനൊപ്പം ആ മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ചെറിയ അല്ലെങ്കിൽ സംഭാവനകളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുക. ഈ ഒരു രാമായണ മാസം അവർക്ക് കൂടി നമ്മുടെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് മാത്രം. എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടി. ഹിസ്റ്ററി വിദ്യാർത്ഥി, അപ്പുറത്തെ സൈക്കോളജി വിദ്യാർത്ഥി, 2 വിദ്യാർത്ഥികളുടെ നടുവിൽ ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് ഇരിക്കുവാനായിട്ട് സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. 2,
ഞാൻ പഠിച്ച മാർബസിലോ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 5 വർഷക്കാലം കരുത്തുറ്റ നേതൃത്വം, ശക്തമായ നേതൃത്വവും വ്യക്തമായ കാഴ്ചപ്പാടും കൂടെ ഞങ്ങളുടെ സ്കൂളിനെ നയിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഈ ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഹരികുമാർ സാർ. സാറിന്റെ കരങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങളും ഭദ്രമാണ് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. എൻ്റെ ഗുരുവിനോടൊപ്പം ഗുരുവിൻ്റെ ഒരു എളിയ ശിഷ്യൻ എന്ന നിലയ്ക്ക് വേദി പങ്കിടുവാനായിട്ട് സാധിച്ചതിലുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നതോടൊപ്പം തന്നെ ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയവിടെ തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ കുരവിഷാദശരം കൊണ്ടു നീറുമൻ നെഞ്ചിലെന്നാത്മപ്രണാമം. സ്നേഹസ്വരൂപന സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. കൂട്ടാം ഭക്തജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം ഈ രാമായണ മാസം ഇന്ന് അവസാനിക്കുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നൊരു ദിവസമാണ്. കാരണം എല്ലാം വിജയം വഹിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു.